നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തോട്ടട ITI സംഘർഷത്തിൽ ഇരു സംഘടനയിലും പെട്ട 21ഓളം വിദ്യാർത്ഥികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് SFI KSU വിദ്യാർത്ഥികൾക്കെതിരെ. ചൊക്ലിയിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ട സംഘത്തിലെ ഒരാൾ അറസ്റ്റിലായത് കവിയൂരിലെ അറഫ മൻസിൽ വണ്ണാൻഡവിടെ VP റംഷീദ്. പോക്സോ കേസിൽ കൂത്തുപറമ്പ് സ്വദേശി ചൊക്ലിയിൽ അറസ്റ്റിൽ. കൂത്തുപറമ്പ് പാറാലിലെ KV ഉവൈസിനെ പോക്സോ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. പാനൂർ നഗരസഭ മേക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടോദ്ഘാടനം 14 ശനിയാഴ്ച വൈകിട്ട് 4 സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കണ്ണൂർ തോട്ടട ITIയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ ഇരു സംഘടനയിലും പെട്ട 21ഓളം വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. SFI KSU സംഘടനയിൽപ്പെട്ട 21ഓളം വിദ്യാർത്ഥികൾക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. പോളിടെക്നിക് വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ M ആഷിഖിനെ ആക്രമിച്ച പരാതിയിൽ 10 KSU പ്രവർത്തകർക്കെതിരെയും KSU പ്രവർത്തകനായ മുഹമ്മദ് റിബിനെ ആക്രമിച്ച പരാതിയിൽ 11 SFI പ്രവർത്തകർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ 17ഓളം SFI KSU സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം നടത്തിയിരുന്നു. ITIയിൽ തുടരുന്ന രാഷ്ട്രീയ സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് വെള്ളിയാഴ്ച സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. SFI മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടട ITIയിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും നടത്തും. ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കലിന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ KSU കൊടി കെട്ടിയതിനു പിന്നാലെ SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് ലാത്തിവീശിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. അക്രമത്തെ തുടർന്ന് ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ചൊക്ലിയിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ട കേസിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊക്ലി കവിയൂരിലെ അറഫ മൻസിൽ വണ്ണാൻഡവിടെ VP റംഷീദിനെയാണ് ചൊക്ലി പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 1,57,060 രൂപയും പിടിച്ചെടുത്തു. തലശ്ശേരി ASP KS ഷാൻഷായ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നോട്ട്ബുക്കിൽ പകർത്തിയും വാട്സപ്പ് സന്ദേശം വഴിയും നടത്തിയ ചൂതാട്ടം കണ്ടെത്തുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ K സജിത്തിന്റെ നേതൃത്വത്തിൽ ASI OK സുലൈഖ, K സബീഷ്, PK ചിത്രൻ, സിച്ചിൽ തറാൽ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. കേരള സംസ്ഥാന ലോട്ടറിയുടെ അതത് ദിവസത്തെ ഒന്നാം സമ്മാനം ലഭിക്കുന്ന നമ്പറിന്റെ അവസാന 3 അക്കത്തെ അടിസ്ഥാനമാക്കി സമാന്തരമായി ലോട്ടറി നടത്തുകയാണ് രീതി. 10 രൂപ അടച്ചാൽ 1000 രൂപയും 100 രൂപ അടച്ചാൽ 5000 രൂപയും നമ്പറൊത്താൽ നൽകുകയാണ് രീതി. 2 നോട്ട്ബുക്കും മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒറ്റ നമ്പർ ചൂതാട്ടം വ്യാപകമായി നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊക്ലി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോക്സോ കേസിൽ കൂത്തുപറമ്പ് സ്വദേശി ചൊക്ലിയിൽ അറസ്റ്റ്. പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ചുവെന്ന പരാതിയിലാണ് ചൊക്ലി പോലീസ് കൂത്തുപറമ്പ് പാറാലിലെ KV ഉവൈസിനെ പോക്സോ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. 2023 സെപ്റ്റംബർ മാസത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് കൂത്തുപറമ്പ് പാറാലിലെ കക്കാം വീട്ടിൽ KV ഉവൈസിനെ ചൊക്ലി ഇൻസ്പെക്ടർ RS രഞ്ജു അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം വീട്ടുകാർ അറിഞ്ഞത്. ഉവൈസിനെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പാനൂർ നഗരസഭ മേക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടോദ്ഘാടനം 14 ശനിയാഴ്ച വൈകിട്ട് 4 നടക്കും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രൂപ അനുവദിക്കുകയും ശൈല ടീച്ചറെ ഇടപെടൽ അത് ആണ് നമുക്ക് 1 കോടി അനുവദിച്ച് കിട്ടിയത്. പിന്നെ ആർദ്രം വകുപ്പിൽ നിന്ന് 15 ലക്ഷം രൂപയും അനുവദിച്ച് കിട്ടി. അങ്ങനെയാണ് ഇതിൻ്റെ പണി ആരംഭിച്ചു എങ്കിലും പൂർത്തീകരിച്ചെങ്കിലും 2022 ലാസ്റ്റ് പണി ആരംഭിച്ചെങ്കിൽ നമുക്ക് എന്തില്ല ഉദ്ഘാടനം തുടങ്ങാൻ കഴിയില്ല. തുടങ്ങായെന്ന് വെച്ചാൽ ഇതിന് ബാക്കിയുള്ള വർക്കുകൾ എന്തില്ല ആ ഫണ്ട് കൊണ്ട് തീർക്കാൻ കഴിയില്ല. അതാണ്. പിന്നെ അഡീഷണലായിട്ട് ഒരുപാട് വർക്കുകൾ വന്നു. അന്നുണ്ടാക്കിയ ആ 1 കോടി 5 ലക്ഷത്തിൽ അഡീഷണലായിട്ട് ഒരുപാട് വർക്കുകൾ വന്നപ്പോൾ വീണ്ടും എന്താണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു. അങ്ങനെ വർക്കുകൾ നടന്നു. കാരണം ഇതിന്റെ ബാക്കിലൊക്കെ വലിയ രീതിയിലെ കോൺക്രീറ്റ്
മതിലുകൾ നിർമ്മിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ഇതെന്ത് ചെയ്തില്ല, ഇതിന്റെ ബാക്കിയുള്ള പണി തീർക്കാൻ, പ്ലംബിങ്, വയറിങ് അങ്ങനെയുള്ള പണികളൊന്നും തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് വീണ്ടും NHM 35 ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചു കിട്ടി. അങ്ങനെ അനുവദിച്ചു കിട്ടിയപ്പോൾ അത് പിന്നെ വബ്സ്കോസിന് തന്നെയാണ് ആ ഫണ്ട് കൂടി കൊടുത്തത്. വബ്സ്കോസാണ് യഥാർത്ഥത്തിൽ 1 കോടിയുടെയും ടെൻഡർ ക്ഷണിച്ചിട്ട് ശിജിത്ത് എന്ന് പറയുന്ന ആണ് അതിന്റെ വർക്ക് എടുത്തത്. അപ്പൊ രണ്ടാമത് 35 ലക്ഷം രൂപ NHM അനുവദിച്ചപ്പോഴും വബ്കോസിന് കൊടുത്തു. പക്ഷെ വബ്കോസിന്റെ അടുത്ത് വല്ലാത്ത ഡിലേ വന്നപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും NHM അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ഇത്ര തീയതിയിലുള്ളിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഒഴിവാക്കണം എന്ന രീതിയിൽ ഒഴിവാക്കുന്നു വേണ്ടി അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. പിന്നീടാണ് കുറച്ചും കൂടി സ്പീഡായി നമ്മൾ തിരുവനന്തപുരത്തടക്കം NHMന്റെ ആളുകൾ വിളിച്ചു. അപ്പം എന്ത് ചെയ്ത് വബ്കോസിനെ വിളിച്ചു. അത് സ്പീഡായിട്ട് കാര്യങ്ങൾ നടന്നു. വീണ്ടും ടെൻഡർ ചെയ്തു. ആ ടെൻഡറിലും ഈ സിജിൻ തന്നെയാണ്, നേരത്തെ കോൺടാക്ട് തന്നെയാണ്. ചടങ്ങിൽ KP മോഹനൻ MLA അധ്യക്ഷനാവും. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. 1955 നെല്ലിക്ക അഹമ്മദിന്റെ മക്കൾ നൽകിയ 8 സെന്റ് സ്ഥലത്താണ് റൂറൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത്. നേരത്തെ കരിയാട് പഞ്ചായത്തിന്റെ ഭാഗമായുള്ള സ്ഥാപനം 2015 പാനൂർ നഗരസഭയുടെ ഭാഗമായി മാറി. ദിവസേന 400-ലധികം രോഗികൾ എത്തിച്ചേർന്ന ആശുപത്രിയിൽ 2018 ഈവനിംഗ് OP ആരംഭിച്ചു. NHM പദ്ധതിയിൽ നിന്ന് 1,35 ലക്ഷം രൂപയും ആർദ്രം പദ്ധതിയിൽ നിന്ന് 15 ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഫർണിച്ചർ, ഉപകരണങ്ങൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ബോർഡ്, ഇന്റർലോക്ക്, റോഡ് നവീകരണം എന്നിവയ്ക്ക് നഗരസഭ ഫണ്ട് അനുവദിച്ചു. 6 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 സെന്റ് സ്ഥലം സുലഭ് ചന്ദ്രൻ സംഭാവനയായി നൽകി. 3 സെന്റ് സ്ഥലം സംഘാടക സമിതി നേതൃത്വത്തിൽ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. 15 മുതൽ പുതിയ ആശുപത്രി കെട്ടിടത്തിൽ മോർണിംഗ് OP സേവനം ലഭ്യമാകും. കരിയാട് മേഖലയിലെ 11 വാർഡുകളാണ് ആശുപത്രി പരിധിയിലുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ V. നാസർ മാസ്റ്റർ സ്വാഗതം പറയും. ഡോക്ടർ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. DMO ഡോക്ടർ M. പീയൂഷ് നമ്പൂതിരി, നോഡൽ ഓഫീസർ ഡോക്ടർ CP ബിജോയ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ V. നാസർ മാസ്റ്റർ, TK ഹനീഫ, റുക്സാന ഇക്ബാൽ, MTK ബാബു, NA കരീം, P. മനോഹരൻ, ഡോക്ടർ റോസ്ന രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 2021-22 കാർഷിക സെൻസസിന് തലശ്ശേരി താലൂക്കിൽ തുടക്കമായി. കോവിഡ് കാരണം നടക്കാതെ പോയ സെൻസസാണ് ഇപ്പോൾ നടത്തുന്നത്. കാർഷിക സെൻസസിന്റെ തലശ്ശേരി താലൂക്ക് തല ഉദ്ഘാടനം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ നിർവഹിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യകാർഷിക സമിതി ലോകവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന ലോക കാർഷിക സെൻസസിന്റെ ഭാഗമായാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് കാർഷിക സെൻസസ് നടപ്പാക്കുന്നത്. കാർഷിക സെൻസസിന്റെ കേരളത്തിലെ നടത്തിപ്പ് ചുമതല സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിനാണ്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വീടുകൾ സന്ദർശിച്ച് നേരിട്ട് അന്വേഷണം നടത്തിയാണ് സർവേ പൂർത്തീകരിക്കുക. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് സർവേയുടെ ഭാഗമായി വീടുകളിലേക്ക് എത്തുന്നതെന്നും ജനങ്ങൾ സർവേയുമായി സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. കാർഷിക സെൻസസിന്റെ തലശ്ശേരി താലൂക്ക് തല ഉദ്ഘാടനം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ നിർവഹിച്ചു. മനുഷ്യരുടെ, ജനങ്ങളുടെ ഒരു സർവേയാണ്. സർവേ എടുത്ത് അവരുടെ കണക്കുകൾ, പ്രായ പരിധികൾ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണ്. ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കന്നുകാലി സർവേ, എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കന്നുകാലി സർവേ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാർഷിക സർവേ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം തന്നെ നമ്മുടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാർഷിക സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്താകമാനം 1-ാം ഘട്ട പ്രവർത്തനം ഈ സെൻസസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. 1970-71 മുതൽ 5 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു സെൻസസിൻ്റെ പ്രവർത്തനം നടത്തുക എന്നതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം, കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അഡീഷണൽ ജില്ലാ ഓഫീസർ P. സുനിൽകുമാർ പദ്ധതി വിശദീകരിച്ചു. താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ C. ഹരിദാസൻ അധ്യക്ഷനായി. വാർഡംഗം സ്മിത സജിത്, വാർഡ് വികസന സമിതി കൺവീനർ KM രാജൻ എന്നിവർ സംസാരിച്ചു. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർമാരായ TP സനീഷ് കുമാർ സ്വാഗതവും KV അശോകൻ നന്ദിയും പറഞ്ഞു.
സ്ത്രീകളുടെ കരുത്തിനെയും കലാജീവിതത്തിനെയും ഒരുപോലെ ഉജ്ജ്വലമാക്കുന്നതിന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഉജ്ജ്വല 2K24 പദ്ധതിക്ക് കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്കായി സംഘടിപ്പിച്ച ഉജ്ജ്വല 2K24 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രത്നകുമാരി. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്കായി സംഘടിപ്പിച്ച ഉജ്ജ്വല മാതൃകാപരമായ പദ്ധതിയാണ്. ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു തദ്ദേശ സ്ഥാപനം ഇത്തരമൊരു വേറിട്ട പദ്ധതി നടപ്പാക്കുന്നതെന്നും രത്നകുമാരി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരു പഞ്ചായത്തിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഇല്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മാതൃകാപരമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആനന്ദിക്കാൻ പറ്റിയ ഒരു പരിപാടി കൂടിയാണ്. എന്നാലും നമ്മൾ ചിലപ്പോൾ കാണാറുള്ളത് ഇങ്ങനെയെല്ലാം വെച്ച് കഴിഞ്ഞാലും അതിൽ പങ്കെടുക്കാൻ ആളുണ്ടാവാത്തൊരവസ്ഥയുണ്ട്. പങ്കെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടാവും. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളതാണ്. ഇവിടെ ഇനിയും നിരവധി ആളുകൾ പങ്കെടുക്കുവാനുണ്ട്. അവിടെ പ്രായഭേദമന്യേ 25 വയസ്സ് മുതൽ എത്ര വയസ്സെന്നുള്ള പരിധി നിശ്ചയിക്കാതെ നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവ് അവതരിപ്പിക്കാനുള്ള ഒരു വേദി, അവിടെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കഴിവുകൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പം നമ്മൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അങ്ങനെ 3 മത്സരിക്കുന്ന ആളുകൾക്ക് സാധാരണ മത്സരം നടത്തി സമ്മാനം കൊടുക്കുക. ഇവിടെ അതുമല്ല. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുള്ളത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലയിൽ ഒരു സമ്മാനം കൂടി ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്രമാത്രം അഭിനന്ദനാർഹമാണ്. വാക്കുകളില്ല എനിക്ക് ഈ തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക്, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരും. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ടി രാംല, പന്നിന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ കാരായി, CDPO PV ആശാലത എന്നിവർ സംസാരിച്ചു. BDO TD തോമസ് സ്വാഗതവും PNM ബാബു മണപ്പാട്ടി നന്ദിയും പറഞ്ഞു. പന്നിന്നൂർ, ചൊക്ലി, മൊകേരി, കതിരൂർ പഞ്ചായത്തുകളിലെ വനിതകളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു. കലാപരിപാടികൾ നടത്തിയ എല്ലാവർക്കും സമ്മാനങ്ങളും നൽകി. തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ സംരംഭമായി ധർമ്മടം പരീക്കടവ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് 8ാം വർഷത്തിലേക്ക്. സ്നേഹക്കൂട് വിപുലീകരണത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ആശുപത്രിയും ഫിസിയോതെറാപ്പി യൂണിറ്റ്, ഡയാലിസിസ് സെന്റർ എന്നിവ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വാർഷികാഘോഷമൊക്കെ നടത്തണമെന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അന്ന് നമ്മൾ പിന്മാറി. ഇപ്പോൾ നമ്മൾ 8ാം വർഷികത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു വിപുലമായ പരിപാടികളോടെ ഒരു പുതിയ സംരംഭത്തിലേക്ക് കടക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ വീടുകളിൽ കിടക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റൽ ചികിത്സ തന്നെ കൊടുക്കാൻ ഒരു ഏറ്റവും ചുരുങ്ങിയത് 50 ബെഡുള്ള ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ആരംഭിക്കും. ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതോടൊപ്പം ആവശ്യമുള്ളൊരു ഘടകമാണ് ഈ ഫിസിയോതെറാപ്പി യൂണിറ്റ്. ഫിസിയോതെറാപ്പി യൂണിറ്റ് ഈ പാലിയേറ്റീവ് പേഷ്യൻസിന് പലർക്കും ഫിസിയോതെറാപ്പി ആവശ്യമായി വരുന്നു, എല്ലാവർക്കും വേണ്ടി. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ്. 50 കിടക്കകളുള്ള പാലിയേറ്റീവ് കെയർ ആശുപത്രി പണിയാനുള്ള സ്ഥലം ഒരു പ്രവാസി വീട്ടമ്മയാണ് ട്രസ്റ്റിനായി നൽകിയത്. സമാന നിലയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റും ഡയാലിസിസ് സെന്ററിനുമുള്ള സൗകര്യങ്ങളും നടന്നുവരുന്നുണ്ട്. പൊതുജന സഹായവും സഹകരണവും അത്യന്താപേക്ഷിതമായ സംരംഭത്തിന്റെ പൂർത്തീകരണത്തിനായി ജനുവരി 12-ന് തലശ്ശേരിയിൽ സ്നേഹസന്ധ്യ എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കും. ഹോളോവി റോഡിലുള്ള സാന്റ് ജോസ് സ്കൂൾ മൈതാനിയിലാണ് പരിപാടി നടക്കുക. ഈ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം നടത്താൻ പരിപാടി ഇട്ടപ്പോൾ അതിലൊരു കലാവിരുന്ന് കൂടി ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് വന്നപ്പോഴാണ് ഒരു സ്നേഹസന്ധ്യ എന്ന രീതിയിലുള്ള ഒരു പരിപാടിക്ക് തീരുമാനിച്ചത്. ജനുവരി 12-ആണ് എന്നുള്ള ഡേറ്റ്. 12 ഞായർ വൈകുന്നേരം 5:30-ക്ക് ശേഷം. സ്ഥലം ബിഷപ്സ് ഹൗസിനടുത്തുള്ള സെൻറ് ജോസ് സ്കൂളിൻ്റെ മൈതാനത്താണ് പരിപാടി.
ഏകദേശം 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് അറേഞ്ച് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകളായ റിമി ടോമി, മധു ബാലകൃഷ്ണൻ, സാഗരിക, സിനി വർഗീസ്, അരുൺ ഗോപൻ തുടങ്ങിയ വിവിധ ആർട്ടിസ്റ്റുകൾ ഓപ്പണിംഗ് ഡാൻസും സംഗീത നിശയും എല്ലാം ആ ചടങ്ങിൽ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു 4-5,000 ആൾക്കാർ ഞങ്ങൾ അവിടെ സീറ്റ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ ഇതിൽ വരാനും വന്നു ചേരാനൊക്കെ ഉള്ള ഒരു പ്രചരണം ഞങ്ങളുടെ മാധ്യമത്തിൽ നല്ലൊരു സദുദ്യമമായതുകൊണ്ട് ആളുകൾ ഒരു സംഭാവന നൽകി ഈ പരിപാടിയോടൊപ്പം സഹകരിക്കാനുള്ള ഒരു പ്രചരണം, സഹകരിപ്പിക്കാനുള്ള പ്രചരണം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അതാണ് ഈ ജനുവരി 12 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈകിട്ട് 5:30 മുതൽ ആരംഭിക്കുന്ന സ്നേഹസന്ധ്യയിൽ പ്രമുഖ ഗായകരായ മധു ബാലകൃഷ്ണൻ, റിമി ടോമി, അരുൺ ഗോപൻ, സാഗരിക, സിനി വർഗീസ് തുടങ്ങിയവർ ഗാനാലാപനം നടത്തും. ഗാനമേളയിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. വാർത്താ സമ്മേളനത്തിൽ MP അരവിന്ദാക്ഷൻ, രവീന്ദ്രൻ പൊയിലൂർ, മേജർ P ഗോവിന്ദൻ, PV ലക്ഷ്മണൻ, PK വസന്തൻ, KS ശ്രീനിവാസൻ, സ്മൈലേഷ് വാച്ചാലി, CC ബസന്ത് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വ്യത്യസ്ത ഇനങ്ങളിൽ സ്വർണം നേടിയ തലശ്ശേരി സായി സെന്ററിലെ കായിക താരങ്ങളെയും E നാരായണൻ സ്മാരക റെപ്കോ ഹാളിൽ മനോഹരമായ ചുമർചിത്രം വരച്ച കേരള സ്കൂൾ ഓഫ് ആർട്സിലെ പ്രതിഭകളെയും ആദരിച്ചു. തലശ്ശേരി പ്രസ് ഫോറത്തിന്റെയും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിലാണ് ആദരം സംഘടിപ്പിച്ചത്. ആദര സമർപ്പണം സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KK പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധിക്കാനും ലോകത്തോളം തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്ന കലാകാരന്മാരെ സംഭാവന ചെയ്ത സ്കൂൾ ഓഫ് ആർട്സ്. സ്കൂൾ ഓഫ് ആർട്സിന് കഴിഞ്ഞ ദിവസം ഒരു പാനൂർ മേഖലയിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു കുറെ കൂടി സ്പേസ് ഉള്ള, ഇപ്പോൾ അതിൻ്റെ വളരെ പരിമിതമായ സൗകര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ആലോചനയുമായി ഇതിൻ്റെ ചില ഭാരവാഹികൾ വന്നിരുന്നു. അതിനുള്ളൊരു ശ്രമം വളരെ പരിമിതമായ തോതിലെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുണ്ട്. പക്ഷെ തലശ്ശേരി വിട്ടുകൊണ്ട്, തലശ്ശേരിയുടെ പൈതൃക പാരമ്പര്യം വിട്ടുകൊണ്ട് സ്കൂൾ ഓഫ് ആർട്സിന് ഇവിടുന്ന് പോകാൻ സാധാരണ രീതിക്ക് കഴിയില്ല. സ്കൂൾ ഓഫ് ആർട്സ് എന്നത് ധാരാളം കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള സ്കൂളാണ്. നമ്മുടെ നാട്ടിലെല്ലാം അറിയപ്പെടുന്നതും വരച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അമച്വറായിട്ടുള്ള കുട്ടികൾ തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിനെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഇവിടെ മനോഹരമായ തലശ്ശേരിയുടെ പൈതൃകം വരച്ചു വെച്ചുകൊണ്ടൊരു ദൃശ്യ ചാരുത ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ബഹുമാന്യനായ ശ്രീ നവാസ് മേത്ര സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കലാകാരന്മാരുടെ ഒരു പ്രശ്നം ഇപ്പോൾ കമ്പ്യൂട്ടർ കൂടി വന്നതിന് ശേഷം കമ്പ്യൂട്ടറൈസ്ഡ് ചിത്രകലകൾ കുറെ കൂടി വാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൈവര, കൈ കൊണ്ടും ബ്രഷ് കൊണ്ടും പെയിൻറ് കൊണ്ടുമെല്ലാമുള്ള വര പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സാധ്യതകൾ കുറയുന്നു എന്നുള്ളത് മനസ്സിലാക്കി സായ് സെന്ററിലെ ഇവാന ടോമി, ആൻമരിയ, നിവേദ്യ എൽ നായർ, തിയ ഇ സബേറെ, കനിഷ്ക, അലീന, വൈഷ്ണവി സത്യൻ, അന്ന മരിയ കെ സന്തോഷ്, റോസ്മേരി റോയ്, ആൻഡ്രിയ റോയ്, ആൻവിയ, VS അർച്ചന എന്നിവരാണ് കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയത്. നവാസ് മേത്തർ അധ്യക്ഷനായി. അനീഷ് പാദ്രിയാട്, ജോസ് മാത്യു, പന്മണി തോമസ്, U ബ്രിജേഷ്, P ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. P ദിനേശൻ സ്വാഗതവും N സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു.
കുണ്ടുചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബ് സംഭാവന ചെയ്ത സ്ഥലത്ത് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ജൂബിലി അംഗൻവാടിയുടെ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ 9ാം വാർഷികവും പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച EK നായനാർ പകൽ വയോജന വിശ്രമ കേന്ദ്രത്തിന്റെ 3ാം വാർഷികവും ഇതോടൊപ്പം നടന്നു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BK സുരേഷ് ബാബു നിർവഹിച്ചു. അവർ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരെന്നാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ പറഞ്ഞത്. മാമ്പഴം എന്ന മനോഹരമായ കവിത വായിച്ചവരായിരിക്കുമല്ലോ ഇവിടെ. അതിലൊരു വരിയാണ്, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണ് കുട്ടികൾ. കാരണം ദൈവം എന്ന് പറയുന്നത് എന്താ? ഈ ദൈവം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്തന്മാര് കൊടുക്കുന്ന മൃഷ്ടാന്നം തിന്ന് പ്രാർത്ഥിക്കുന്നവന് മാത്രം അനുഗ്രഹം കൊടുക്കുന്ന, തപസ് ചെയ്യുന്നവന് മാത്രം വരം കൊടുക്കുന്ന ഒരു സ്വാർത്ഥമതിയായിരിക്കുന്ന പാർഷ്യാലിറ്റിയുടെ പ്രതീതിയാണ് ദൈവം എന്നാണ് നമ്മളെയെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ദൈവം പ്രാർത്ഥിക്കുന്നവന് മാത്രം അനുഗ്രഹം കൊടുക്കൂ, അല്ല ആണോ? അങ്ങനെയുണ്ടോ? ഒരാള് മഹാ തോന്നിയാസം ചെയ്തു, പക്ഷെ അയാൾ കൃത്യമായി അമ്പലത്തിൽ പോയി. വേറൊരാള് വളരെ നല്ല സ്വഭാവം, പക്ഷെ അയാൾ അമ്പലത്തിൽ പോയിട്ടേയില്ല. ദൈവം ആരെ അനുഗ്രഹിക്കുക? അമ്പലത്തിൽ പോകുന്നവനെ, തോന്നിയാസം ചെയ്തവനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നല്ലേ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അതെന്ത് ദൈവമാണ്? ദൈവം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ നന്മകളുടെയും മൂല്യബോധത്തിന്റെയും സ്നേഹത്തിന്റെയും പരകോടിയായിട്ടാണ് എല്ലാ മതങ്ങളിലും ദൈവങ്ങളെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം ആരാണ്? യാതൊരു കാപട്യവും ഇല്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളാണ് ദൈവങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ദൈവമായി ആരാധിക്കുകയല്ല വേണ്ടത്, അവരെ മാനവികതയിലേക്ക് ഉയർത്തുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ സമൂഹം ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനം കടമെടുത്ത് പറയാം. മനുജാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്ത് രത്നമോ. ഓരോ കുട്ടിയും കൃഷ്ണനായി അവതരിച്ച ഭഗവാനാണ്, കർത്താവിന്റെ പുത്രനായ യേശുദേവനാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാണ്, ഉണ്ണിക്കണ്ണനാണ്, ഉണ്ണി യേശുവാണ്, മുത്ത് നബിയാണ്. അത് ഭീകരവാദികളാവട്ടെ, മഹാകൊലപാതകികളാവട്ടെ, വൃത്തികെട്ടവരാവട്ടെ, എല്ലാവരും ജനിക്കുമ്പോൾ നല്ല കുട്ടികളായിരുന്നു. നല്ല കുട്ടികളായിരുന്നു. ആ കുട്ടികളെ വഷളാക്കിയത് ആരാ? ആ കുട്ടികൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും വെച്ചിട്ടാണ് ഒരു കുട്ടി തിന്മയിലേക്ക് പ്രവേശിക്കുന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ചെറുതും വലുതുമായ പ്രയാസങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലുമെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിറസാന്നിധ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന AKG ക്ലബിൻ്റെ ഇടപെടലിലൂടെയാണ് ഇങ്ങനെ ഒരു 3 സ്ഥാപനം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. സാധാരണ നിലയിൽ നമ്മുടെ എല്ലാം പ്രദേശങ്ങളിലെ സാംസ്കാരിക സ്ഥാപനങ്ങളെ ചെറുതായെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. കാരണം നാട്ടിന് വലിയ സംഭാവനകളൊന്നും ഇവർ ആരും ചെയ്യുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇവിടെ കാണേണ്ടത് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം സൗജന്യമായി ഇങ്ങനെ ആദ്യം ഒരു അംഗനവാടിക്ക്, പിന്നീട് ഒരു ഹോമിയോ ഡിസ്പെൻസറിക്ക്, പിന്നീട് ഒരു വയോജന വിശ്രമ കേന്ദ്രത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണ്. അത് വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ആ സ്ഥാപനത്തിൻ്റെ തന്നെ മുൻകൈയിൽ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. വാർഡ് അംഗം P പവിത്രൻ, ഹോമിയോ ആശുപത്രി വെൽഫെയർ കമ്മിറ്റി അംഗം M ഷിജു, ജൂബിലി അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗം കല്ലൻ പ്രമോദ്, AKG ക്ലബ് വൈസ് പ്രസിഡന്റ് കുന്നപ്പാടി ബിനീഷ്, വയോജന വിശ്രമ കേന്ദ്രം വെൽഫെയർ കമ്മിറ്റി അംഗം M വിമല എന്നിവർ സംസാരിച്ചു. വാർഡ് അംഗം TK ഷാജി സ്വാഗതവും ജൂബിലി അംഗൻവാടി ടീച്ചർ KR ഷീന നന്ദിയും പറഞ്ഞു.
അംഗൻവാടി കുട്ടികളുടെയും അമ്മമാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വയോജനങ്ങളുടെയും കലാപരിപാടികളും കരോക്കെ ഗാനമേളയും നടന്നു. നാടിന്റെ ഉത്സവമായി മാറിയ ആഘോഷ പരിപാടികൾക്ക് കുണ്ടുചിറ AKG ക്ലബ്ബാണ് നേതൃത്വം നൽകിയത്. പന്നിക്കുപ്പായം അന്നെ പന്നിക്കുപ്പായം കൂട്ടുകൂടെ ചേട്ടനുണ്ട്. ഞാനും മുത്തു ചേർന്ന് പുളി പിടിച്ചപ്പോ പൂക്കൾ തിരിച്ചപ്പോ തളിരുക തിന്ന പുറത്തിറങ്ങി തളിരുക തിന്ന പുറത്തിറങ്ങി കുറച്ചുകൂടി പൂ തരുവോ? ഒരു കാറ്റടിച്ചാ മതിയേനു. പിന്നെ തുരുതുരാ പൂമഴയും പെയ്യും. ആ കാറ്റ് വന്നല്ല, പൂമഴയും തുടങ്ങി. നമുക്ക് കുറെ പൂ വേണം. എന്നിട്ട് വലിയ മല കൊടുത്ത് സുഖമില്ലാണ്ട് കൊടുക്കുന്ന എൻ്റെ കുഞ്ഞ ജീവിതത്തിൽ സുഖ കൊടുക്കണം. പാവം ഓക്കെ എന്തിഷ്ടാണ് കഴിഞ്ഞ പൂമഴ. എന്നാ ബഷീറെ ഇത് മുഴുവൻ നീ എടുത്തോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വലിയ മാല ഉണ്ടാക്കി സുഖ കൊടുക്കാം. അല്ല ഓളെ തൂക്കട് മാറൂലേ ബഷീറെ? എല്ലാരും പറയുന്നേ ചികിത്സിച്ചാ ഒന്നും മാളെ തുക ഓൾക്കുന്ന. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നേ ഓളെ തൂക്കടൊക്കെ മാറി ഓൾ പഴയ പോലെ ഉഷാറാവുന്ന. അതിനു വേണ്ടിയാ ഞാൻ അള്ളാൻ്റോട് പ്രാർത്ഥിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dreamlike Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from: dining set, bedroom set, sofa set,
and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846 816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497 360 333. വാർത്തകൾ തുടരുന്നു. കല്ലിക്കണ്ടി NAM കോളേജിലെ ചരിത്ര വിഭാഗവും കേരള സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സും സംയുക്തമായി ഇന്ത്യൻ ജനാധിപത്യം, ഭരണഘടന, സാമൂഹ്യനീതി എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. KP മോഹനൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നിയമസഭയിൽ പോയി ഗാലറിയിലിരുന്നു. VIP ഗാലറിയിൽ എൻ്റെ പിതാവ് അന്നൊരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയിലെ നിയമം 1969 ഏപ്രിൽ 1969 ഏപ്രിൽ 19 പലരുടെയും രക്ഷിതാക്കൾ ജനിക്കുന്നതിന് മുമ്പേ ആയിരിക്കും അത് ഇന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏപ്രിൽ 19 1969 അന്നാണ് സഹകരണ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത്. അതുവരെ സഹകരണ ജീവനക്കാർക്ക് ശമ്പളം എന്നത് ഉണ്ടായില്ല. എന്തെങ്കിലും കൊടുത്ത് ആ സഹകരണ സ്ഥാപനത്തിന്റെ ആളുകൾ എന്തെങ്കിലും കൊടുക്കുന്ന രൂപത്തിലേക്കായിരുന്നു. പക്ഷെ അവർക്ക് ക്രെഡിബിലിറ്റി കിട്ടി. ഞങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരാണ്, ഞങ്ങൾക്ക് സർക്കാർ തലത്തിൽ ശമ്പളം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഇതുവരെ മാറിയിട്ടില്ല. ഒരുപാട് കാലങ്ങളായിട്ട് 69 കഴിഞ്ഞ് ഇത്ര കാലമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. മാറ്റങ്ങൾ ഉണ്ടായതെന്താ? ഇത്ര ഡയറക്ടർമാർക്ക് ഇത്രയും ഉൾപ്പെടുന്നത്. ഇപ്പോഴും പുതിയൊരു നമ്മുടെ വാസവ മിനിസ്റ്റർ വന്നപ്പോൾ നിയമത്തിൽ മാറ്റം വരുത്തിയത് അതിൽ ഈ 3 വർഷം പൂർത്തീകരിച്ച ഡയറക്ടർമാർ പിന്നെ മത്സരിക്കാൻ പാടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഡോക്ടർ UC ബിബീഷ് മുഖ്യാതിഥിയായി. നമ്മളേറെ കൊട്ടിഘോഷിച്ചിരുന്ന ജനാധിപത്യം, മതേതരത്വം, സ്വാതന്ത്ര്യം ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ജവഹർലാൽ നെഹ്റു ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്നത് അതിന്റെ സഹിഷ്ണുതയാണ്. കാരണം അനുകൂലിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ വിയോജിക്കുന്നവരെയും കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഏറ്റവും മഹത്തായ ഒരു പാരമ്പര്യമാണ് ജനാധിപത്യം ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഈ ഒരു കാലത്ത് ഇത്തരം ചർച്ചകൾക്കുള്ള പ്രസക്തി വളരെ വലുതാണ്. ഈ 2 ദിവസം
കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മജീഷ് ടി അധ്യക്ഷനായി. ഐറിഷ് ഡയറക്ടർ ഡോക്ടർ ജോയ് വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. KM അക്കാദമി കൊടുവള്ളിയിലെ സോഷ്യൽ സയൻസ് മേധാവി ഡോക്ടർ ഇക്ബാൽ വാവാട്ട് സാമൂഹിക നീതിയും രാഷ്ട്രീയ പ്രാതിനിധ്യവും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ദുരവസ്ഥ എന്ന വിഷയത്തിലും IIT റിസർച്ച് സ്കോളർ KVM മുഹമ്മദ് ഫഹീം ജനാധിപത്യം സാമൂഹിക നീതി എന്ന വിഷയത്തിലും സംസാരിച്ചു. ഡോക്ടർ ഷാലിമ MC, ഡോക്ടർ നൌഷാദ് തുമ്പത്ത് എന്നിവർ മറ്റു വിഷയങ്ങളിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ E അനസ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഹസീബ് VP, ഡോക്ടർ KS മുസ്തഫ, ഡോക്ടർ ഷമീർ AP, ഗഫൂർ I, അൻസീർ, ഗഫൂർ M, മുനഫർ കാപ്പിൽ, ഫസൽ മുഹമ്മദ്, ഫർഹാന KP, അനുശ്രീ, അസ്മിന എന്നിവർ സംസാരിച്ചു. മണ്ണയാട് സഹകരണ ഫിസിയോതെറാപ്പി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഗ്രാഡിയസ്ത 24 വെള്ളിയാഴ്ച രാവിലെ തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ ഡോക്ടർ കവിത രവി മുഖ്യാതിഥിയായി സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ചെയർമാൻ KK ലതിക അധ്യക്ഷയാവുന്ന ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ ഡോക്ടർ കവിത രവി മുഖ്യാതിഥിയാകും. സ്റ്റുഡന്റ് ഡീൻ ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ, ഏനപ്പോയ റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ PD രേഖ എന്നിവർ വിശിഷ്ടാതിഥികളാകും. സഹകരണ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VT സജി ബിരുദദാന പ്രഖ്യാപനവും ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശവും നൽകും. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, മെഡിക്കൽ മൈക്രോബയോളജി, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി എന്നീ കോഴ്സുകളിലായി പ്രതിവർഷം 145 വിദ്യാർത്ഥികൾ ബിരുദം നേടി പുറത്തിറങ്ങുന്നുണ്ടെന്ന് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ഭാരവാഹികൾ പറഞ്ഞു. കോളേജ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷന്റെ കീഴിൽ 1999 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറപ്പി, മാസ്റ്റർ ഓഫ് ഫിസിയോതെറപ്പി, BSc MLT, BSc മെഡിക്കൽ മൈക്രോബയോളജി, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി ഇത്രയും കോഴ്സസ് ആണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ 19ാമത്തെയും 20ാമത്തെയും ബാച്ച് ഫിസിയോതെറപ്പി സ്റ്റുഡൻസും 10ാമത്തെ ബാച്ച് BSc MLT, BSc മെഡിക്കൽ മൈക്രോബയോളജി, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി സ്റ്റുഡൻസും 13ാമത്തെ ബാച്ച് മാസ്റ്റർ ഓഫ് ഫിസിയോതെറപ്പി സ്റ്റുഡൻസുമാണ് നാളത്തെ ഫംഗ്ഷനിൽ ഗ്രാജുവേറ്റ് ചെയ്യപ്പെടുന്നത്. ടോട്ടൽ 172 ഗ്രാജുവേറ്റ്സ് ആണ് നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ചീഫ് ഗസ്റ്റ് പിന്നെ ബഹുമാനപ്പെട്ട ഡീൻ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ഡീൻ ഡോക്ടർ കവിത മാഡമാണ്. അതുപോലെ ഗസ്റ്റ് ഓഫ് ഓണേഴ്സ് ആയിട്ട് 2 പേരാണ് വരുന്നത്. ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ സർ സ്റ്റുഡൻറ് അഫയേഴ്സിൻ്റെ ഡീനാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ. അതുപോലെ ഡോക്ടർ രേഖ മാഡം യനപ്പോയ കോളേജിൻ്റെ റിസർച്ച് ഡയറക്ടറാണ്. അപ്പം നാളെ കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ് ഗ്രാജുവേഷനോടൊപ്പം കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ PhD ഹോണറിങ്ങും ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ VT സജി, മാനേജിംഗ് ഡയറക്ടർ C മോഹനൻ, ഡെവലപ്മെന്റ് ഓഫീസർ പ്രൊഫസർ ജിജു ജനാർദ്ദനൻ, ഡിപ്പാർട്ട്മെന്റ് തലവൻ പ്രൊഫസർ V നിതിൻഷാദ് എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നേരിട്ട് ഡൽഹിയിലേക്കുള്ള ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്ത ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേർണി ടീം 6ാം വാർഷിക ദിനത്തിൽ വീണ്ടും യാത്ര നടത്തി. ആദ്യ യാത്രയിൽ ഒന്നിച്ചുകൂടിയവർ നവമാധ്യമ കൂട്ടായ്മയിലൂടെ സൗഹൃദം നിലനിർത്തിയിരുന്നു. ആദ്യ യാത്രയുടെ ഓർമ്മയ്ക്കാണ് വീണ്ടും യാത്ര നടത്തിയത്. ഇൻഡിഗോയുടെ വിമാനത്തിലാണ് യാത്ര നടത്തിയത്. ഡൽഹിയിലെത്തുന്ന സംഘം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിലെ പ്രമുഖരെ കണ്ട് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉയർച്ചയ്ക്കായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനവും സമർപ്പിക്കും. ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേർണി പ്രസിഡന്റ് ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് KSA, സെക്രട്ടറി ജയദേവൻ മൽഗുഡി, ആർക്കിടെക്ട് മധുകുമാർ, റഷീദ് കുഞ്ഞി പാറാൽ, സോജു കാർത്തിക, AA നൌഷാദ്, സദാനന്ദൻ തലശ്ശേരി, ബഷീർ അൽഹിന്ദ്, ഷംസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറ്റവും വലിയൊരു ഡ്രീം ഒരു സെക്ടറായിരുന്നു ഡൽഹി സെക്ടർ. കാരണം നമ്മളെ പല ബിസിനസ്സുകാരും അതേപോലെ തന്നെ MP പലരും രാവിലെ തന്നെ പോയി വരാൻ പല ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാം. പ്രത്യേകിച്ച് സുധാകരനും മറ്റുള്ള ഡോക്ടർ സന്തോഷമൊക്കെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കേസായിരുന്നു MP. ഇത് ഇന്നത്തെ ഈ സെക്ടർ എന്തായാലും ഹെൽപ്ഫുള്ളെന്ന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ശരിക്കും ആശംസ നൽകേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് POC കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ പോക്ക് പോകുന്നത്. ഇനി എവിടെ ചെറിയ കണക്ക്, കാരണം കഴിഞ്ഞ ഞങ്ങൾ ഈ ഹജ്ജ് എംബാർക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ
വളരെ മൈന്യൂട്ടായിട്ടൊരു സംഭവമായിരുന്നു. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ മൈനോറിറ്റി മിനിസ്റ്റർ സ്മൃതി ഇറാനിയോട് സംസാരിച്ചപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഏവിയേഷൻ മിനിസ്റ്ററോട് സംസാരിക്കേണ്ട ഒരു കേസ്. പിന്നെ ബാക്കി അബ്ദുള്ളക്കുട്ടി മറ്റുള്ളവരൊക്കെ ഇടപെട്ടു, കാര്യങ്ങൾ നടന്നു. ഇവിടെ 2 വർഷമായിട്ട് നടക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ കിട്ടുന്ന സൗദി എയർലൈൻസ് ഈ പ്രാവശ്യം നമുക്ക് കിയാൽ MD ദിനേശ് കുമാർ, CEO അശ്വിൻ, കസ്റ്റംസ് കമ്മീഷണർ വികാസ് തുടങ്ങിയവരും പങ്കെടുത്തു. സുവനീർ പ്രകാശനവും കൂട്ടായ്മ നടത്തിയിരുന്നു. സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീറാണ് സുവനീർ പ്രകാശനം ചെയ്തത്. ചൊക്ലിയിലെ CPIM നേതാവായിരുന്ന മാമൻ വാസു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടന്നു. ചൊക്ലി ടൗണിൽ മേനപ്രം ലോക്കലിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും നടന്നു. മേനപ്രം ലോക്കൽ കേന്ദ്രമായ കാഞ്ഞിരത്തിന് കീഴിൽ ഏരിയ കമ്മിറ്റി അംഗം വി ഉദയൻ മാസ്റ്റർ പതാക ഉയർത്തി. പാനൂർ കിടഞ്ഞിയിലെ സഹനസൂര്യൻ റെഡ് ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടുകൂടി പുഷ്പാർച്ചന നടക്കുന്ന ചൊക്ലി ടൗണിലേക്ക് മേനപ്രം ലോക്കലിന്റെ ബഹുജന പ്രകടനവും നടന്നു.
തുടർന്ന് ചൊക്ലി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ KP വിജയൻ പതാക ഉയർത്തി. ചെഞ്ചോരക്കൊടി വാനിലുയർത്തി പ്രതിജ്ഞ ഞങ്ങൾ എടുക്കുന്നു. രക്തസാക്ഷി മരിക്കുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. മാമൻ വാസു സ്മൃതി മണ്ഡപത്തിൽ KK പവിത്രൻ മാസ്റ്റർ പതാക ഉയർത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ മാമൻ വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി. നീണ്ട കാലയളവിൽ സഖാവ് മാമൻ വാസുവിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ഇവിടെ പതിയിരുന്ന് അക്രമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെടുകയുണ്ടായി. പല ഘട്ടങ്ങളിലായി സഖാവിനെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അരങ്ങേറിയിരുന്നു. സഖാവിന് നേരെയുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിച്ച് ഉണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി അദ്ദേഹം നമുക്കിടയിൽ ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒടുവിൽ ചതിയിൽപ്പെടുത്തി പുലർകാലത്ത് ആ സഖാവിനെ ഈ മണ്ണിൽ നിഷ്ഠുരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ സഖാവ് മാമൻ വാസുവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് CPIMനെ നിഷ്ക്രിയമാക്കാനും CPIMന്റെ സഖാക്കളെ പുറകോട്ടെടുപ്പിക്കാനും കഴിയും. അതുവഴി ചൊക്ലിയെയും പരിസര പ്രദേശങ്ങളെയും കാവി പുതപ്പിക്കാനാകും എന്നായിരുന്നു ആ ദുഷ്ടശക്തികൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചൊക്ലി കാവി പുതക്കുന്നതല്ല പിന്നീട് നാം കണ്ടത്. രക്തസാക്ഷി എന്ന സഖാവ് മാമൻ വാസു ജീവിച്ചിരുന്ന മാമൻ വാസുവിനേക്കാൾ കൂടുതൽ കരുത്തനായി ഈ ചൊക്ലിയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നെടുങ്കോട്ടയായി മാറുകയും ചൊക്ലിയാകെ ചുവന്നു തുടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചക്കാണ് 1995 ശേഷമുള്ള ഈ കാലയളവ് ആകെ നാം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, KK പവിത്രൻ മാസ്റ്റർ, BK രാഗേഷ്, KP വിജയൻ, T ജയേഷ് തുടങ്ങി വിവിധ നേതാക്കൾ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനി അബു മാസ്റ്റർ അധ്യാപകനായിരുന്ന ഓടക്കാട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള NK മുഹമ്മദ് മാസ്റ്റർ മെമ്മോറിയൽ മുസ്ലിം LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും പുനർനിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡിസംബർ 14 ശനിയാഴ്ച രാവിലെ 11:30 നടക്കും. കേരള സംസ്ഥാന തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്ന് സംഘാടക വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷക്കാലം കൊണ്ട് നിൽക്കുന്ന ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി
നമ്മുടെ പുതുക്കപ്പെട്ട കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഈ ശതാബ്ദി ആഘോഷ സമാപനവും നടത്താനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർവ്വവിധ പിന്തുണയും ഉണ്ടാകും. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത അധ്യക്ഷയാവും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട്, തലശ്ശേരി നോർത്ത് AO ബാബുരാജ്, CK വത്സല, C ചന്ദ്രൻ, KO സുരേന്ദ്രൻ, ഷക്കീർ മോവഞ്ചേരി, T പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ LSS, SSLC വിജയികളെയും കലാമേളയിലെയും ശാസ്ത്രമേളയിലെയും പ്രതിഭകളെയും അനുമോദിക്കും. ഡിസംബർ 14 ശനിയാഴ്ച രാവിലെ 11:30 ശ്രീമതി കെ ഗീത വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി ശതാബ്ദി ആഘോഷ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ ജക്കരിയ സ്വാഗതം, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ചന്ദ്രൻ കല്ലാട്ട്, CK വത്സല വാർഡ് മെമ്പർ, തലശ്ശേരി നോർത്ത് AO ബാബുരാജ് സർ, C ചന്ദ്രൻ, KO സുരേന്ദ്രൻ, ഷക്കീർ മോഹഞ്ചേരി, T പ്രകാശൻ മാസ്റ്റർ, A ജസീല MSS എന്നിവരെ ആശംസകൾ. വാർത്താ സമ്മേളനത്തിൽ മാനേജർ KP മുഹമ്മദ് ഹാജി, മാനേജിംഗ് സെക്രട്ടറി NK മുഹമ്മദ്, സംഘാടക സമിതി കൺവീനർ M സക്കറിയ, ട്രഷറർ T മജീദ് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകളിലേക്ക്. തലശ്ശേരി തറവാട് ഫിസിയോ ന്യൂറോ റിഹാബ് സെന്റർ ഔപചാരിക ഉദ്ഘാടനം ഡിസംബർ 15 രാവിലെ 11 മണിക്ക് നടക്കും. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള സംരംഭത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റിഹാബ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം തിരഞ്ഞെടുത്തത് രാവിലെ 11 മണിക്ക് തലശ്ശേരി കുയ്യാലിയിൽ സജ്ജീകരിച്ചിട്ടുള്ള
നമ്മുടെ സെൻറ്ററിന് അടുത്ത് തന്നെയുള്ള ഗ്രൗണ്ടിൽ വെച്ച് നടക്കുക. ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. കൂടാതെ വിശിഷ്ടാതിഥികളായി നമ്മുടെ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ, മിസ്റ്റർ ഷഹൻ ഷാ IPS, ഡോക്ടർ ഇദിരീസ് എന്നിവർ സംബന്ധിക്കുന്നു. കൂടാതെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംഗമിക്കുന്ന പരിപാടിയിലേക്ക് തലശ്ശേരി തറവാട് ഫിസിയോ ന്യൂറോ റീഹാബ് സെന്ററിന്റെ ഉദ്ഘാടനം ഡിസംബർ 15 രാവിലെ 11 മണിക്ക് നടക്കും. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ വിശിഷ്ടാതിഥിയാകും. ASP KS ഷഹൻ ഷാ IPS മുഖ്യാതിഥിയാകും. തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യ പ്രഭാഷണം നടത്തും. കാഞ്ഞിരോട് തണൽ ബ്രെയിൻ ആൻഡ് സ്പൈനിന്റെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടിയാണ് തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് വെർച്വൽ റിയാലിറ്റി, ഷോക്ക് വേവ് ഡയാതെർമി, ആക്റ്റീവ് പാസീവ് സൈക്കിൾ, ബോഡി വെയ്റ്റ് സപ്പോർട്ട്, ട്രെഡ്മിൽ എന്നീ ഉപകരണങ്ങളുടെ സഹായത്താൽ പല കാരണങ്ങൾ കൊണ്ടും ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കാൻ നൂതന സംവിധാനത്തോടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തലശ്ശേരിയിലെ ആദ്യത്തെ സംരംഭമാണ് തറവാട്. നിങ്ങൾക്കറിയാമല്ലോ, മുഴപ്പിലങ്ങാട് ഏകദേശം 4ഓളം പദ്ധതികളുണ്ട്. ഒന്ന് ഹാപ്പി ഹോം, സന്തോഷ ഭവനം. അതായത് 2009 9 അമ്മമാരുമായിട്ട് തുടങ്ങിയ 4 അമ്മമാരുമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു തറവാട് മുഴപ്പിലങ്ങാട്. ഇന്ന് ഏകദേശം 46ഓളം സഹോദരിമാർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നുണ്ട് ഹാപ്പി ഹോം. ഈയിടെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അതിൽ ഏകദേശം ഒരു 11 പേരെ ദുബായിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഫിയസ്റ്റ എന്ന പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുപ്പിക്കുകയും ചെയ്ത് തിരിച്ചു വന്നു. അവരൊക്കെ വളരെ സന്തോഷവതികളാണ്. അതേപോലെ തന്നെയാണ് അവിടെ ചൈൽഡ് കെയർ ക്യാൻസർ സെൻറ്റർ, പിന്നെ ബുദ്ധിമാന്ദ്യം, അതായത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി വിവിധ ചികിത്സാ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് അതും അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്, എല്ലാവർക്കും അറിയാം, ഇന്ന് ഡയാലിസിസ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കിഡ്നി പേഷ്യൻസ്, നമ്മുടെ പച്ചക്കറികളും മറ്റുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് മിക്കവാറും എല്ലാവർക്കും ഇത് ഭാവിയിൽ പിടിപെടാവുന്ന ഒരു രോഗമാണ് കിഡ്നി രോഗം. അപ്പോൾ ഡയാലിസിസിന് ഏകദേശം, അതായത് ഒരാളെ സാമ്പത്തികമായിട്ട് തകർക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ ഇവിടെ തറവാട് മുഴപ്പിലാങ്ങളിൽ ഇപ്പം 3 ഷിഫ്റ്റുകളിലായിട്ട് ഏകദേശം 86ഓളം രോഗികൾക്ക് ചികിത്സ നൽകി വരുന്നുണ്ട്. അത്രയും ബൃഹത്തായ സാമൂഹ്യ പദ്ധതികളാണ് തറവാട് മുഴപ്പിലങ്ങാടിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് വരുന്നത്. അതിൻ്റെ ഒരു ശാഖയാണ് ഇപ്പോൾ തലശ്ശേരിയിലൂടെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തുടങ്ങിയിട്ടുള്ളത്. വിദഗ്ധ ഡോക്ടർമാർ, തെറാപ്പിസ്റ്റുകൾ, മറ്റു സാങ്കേതിക വിദഗ്ധർ എന്നിവർ ചേർന്ന് രോഗികൾക്ക് ഇവിടെ പുതുജീവിതം തീർക്കുകയാണ്. നിർധനരായ രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സൗജന്യ നിരക്കിലുമാണ് ഇവിടെ ചികിത്സ നൽകുന്നത്. ഒരു പറ്റം നിങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മകളാണ് ഈ തറവാട് സമുച്ചയം മുഴപ്പിലങ്ങാട്. അവിടെ ഇപ്പം നടക്കുന്നത്, ഇപ്പം വരിച്ചു കഴിഞ്ഞു, 60 അമ്മമാർ 4 തുടങ്ങി ഇപ്പം വലിയൊരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. അവിടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉണ്ട്, തറവാട് ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. ആ ഡയാലിസിസ് സെൻ്ററിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടാണ് തണലിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാം, വേറെ ഒരു പൈസ പോലും ഒരു ട്രീറ്റ്മെൻറ്റിനും, ഈ പറഞ്ഞതെല്ലാം ചെയ്യാം, ഒരു പൈസ പോലും രോഗികളിൽ നിന്ന് അവിടെ ട്രീറ്റ്മെൻറ്റിന് വാങ്ങാതെ എൻ്റെ അറിവിൽ ദ ഓൺലി വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തറവാടാണെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാം. പക്ഷേ സാമ്പത്തിക കഴിവുള്ള ആളുകളുണ്ട്. അവരിപ്പോൾ ഡയാലിസിസിന് വരികയാണ്, മറ്റുള്ള ഇതിന് വരുമ്പോൾ അവർ ഡൊണേഷനായിട്ട് ഓഫീസിൽ കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു 11 ആൾക്കാർക്കാണ് എറ്റ് എ ടൈം 3 ഷിഫ്റ്റാണ് നിൽക്കുന്നത്. അതിൽ പണം കൊടുത്തിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾ ഒരു കട്ടിലോ പണം കൊടുത്ത് അങ്ങനെ ഒരു വിവിധ 2 ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചാരിറ്റീൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് എല്ലാവർക്കും ഫ്രീ കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ചാരിറ്റി. നമ്മൾ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാർ, ചെറിയ വരുമാനമുള്ള ആൾ പോലും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വാങ്ങിയിട്ട് സാമ്പത്തിക മെച്ചമുള്ള കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഫ്രീ കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ അവിടെ വെച്ചിട്ട് അവരെ നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അത്തരം ആളുകൾ ഒരു ഫീസായിട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അവിടെ ഡൊണേഷനായിട്ട് തരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ തറവാട് ഫിസിയോ ന്യൂറോ റീഹാബ് സെന്റർ പ്രസിഡന്റ് അസ്ലം മെഡിനോവ, സെക്രട്ടറി മുഹമ്മദ് ഷാനിദ്, ട്രഷറർ എഞ്ചിനീയർ അബ്ദുൾ സലീം,
നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി MB നാസർ, ദുബായ് ചാപ്റ്റർ പ്രതിനിധി അബ്ദുൽ ഖാദർ പനക്കാട്ട്, തറവാട് മുഴപ്പിലങ്ങാട് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ VP, സെക്രട്ടറി ഫസൽ ബാത്തല എന്നിവർ പങ്കെടുത്തു. സീസ്മോളജിയിൽ ഗോരഖ്പൂർ IIEയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ C. ഹരിതയെ മാതൃവിദ്യാലയമായ ചുണ്ടങ്ങാപ്പൊയിൽ സെൻട്രൽ LP സ്കൂൾ ആദരിച്ചു. പൊന്നം ചന്ദ്രൻ ഉപഹാരം നൽകി. സീസ്മോളജിയിൽ ഗോരഖ്പൂർ IIEയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ C. ഹരിതയെ പൊന്നം ചന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് മനോജ് അധ്യക്ഷനായി. A. പ്രേമരാജൻ മാസ്റ്റർ, സനൽകുമാർ KK, സുമംഗല KV, ഷജിലകുമാരി VK എന്നിവർ സംസാരിച്ചു. P. ശ്രീഹരി സ്വാഗതവും സജീവൻ പൊന്നം നന്ദിയും പറഞ്ഞു. കിഴക്കേ ചമ്പാട് ഋഷിക്കര നാലുപുരയ്ക്കൽ ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠയും താമ്പൂല പ്രശ്ന പരിഹാര ക്രിയകളും 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുല്ലഞ്ചേരി ഇലത്ത് വിഷ്ണു നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സുദർശന ഹോമം, പ്രേതാവാഹനം, ഭഗവതി സേവ, ഗണപതി ഹോമം, തിലഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവതിയുടെയും ഉപദേവന്മാരുടെയും ബാലാലയ പ്രതിഷ്ഠ എന്നിവ നടന്നു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്കായി പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു. വെജിറ്റേറിയൻ വിഭവങ്ങളുടെ പുതുരുചികളുമായി കാർത്തിക ഡൈനിൻ തലശ്ശേരി ചുങ്കം കിൻഫ്ര പാർക്കിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വെജിറ്റേറിയൻ വിഭവങ്ങളുടെ വൈവിധ്യമാർന്ന രുചികളുമായാണ് കാർത്തിക ഡൈൻ ഇൻ പ്രവർത്തനം ആരംഭിച്ചത്. മാസ്റ്റർ നൃപ്, ഇഷാനി, കെവിൻ രാജ് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. വെജിറ്റേറിയൻ ഊണ്, ചെറുകടികൾ, മസാലദോശ തുടങ്ങി വെജിറ്റേറിയൻ ഭക്ഷണപ്രേമികളുടെ മനസ്സും വയറും നിറയ്ക്കാൻ ഉള്ളതെല്ലാം കാർത്തിക ഡൈനിൽ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തോട്ടട ITI സംഘർഷത്തിൽ ഇരു സംഘടനയിലും പെട്ട 21ഓളം വിദ്യാർത്ഥികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് SFI KSU വിദ്യാർത്ഥികൾക്കെതിരെ. ചൊക്ലിയിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ട സംഘത്തിലെ ഒരാൾ അറസ്റ്റിലായത് കവിയൂരിലെ അറഫ മൻസിൽ വണ്ണാൻഡവിടെ VP റംഷീദ്.
പോക്സോ കേസിൽ കൂത്തുപറമ്പ് സ്വദേശി ചൊക്ലിയിൽ അറസ്റ്റിൽ. കൂത്തുപറമ്പ് പാറാലിലെ KV ഉവൈസിനെ പോക്സോ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. പാനൂർ നഗരസഭ മേക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടോദ്ഘാടനം 14 ശനിയാഴ്ച വൈകിട്ട് 4 സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.